ബൈക്ക് ഓഫ് സ്കൂട്ടേഴ്സ് ദ സ്പോർട്ടിയസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സൈറ്റിംഗ് ഇ വി സ്കൂട്ടർ ഏതാണെന്നറിയോ? ഏതർ 2025. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഏതർ ഇലക്ട്രിക്. ഏതർ 2025 450 ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. It's in chaos that the reason becomes clear. You realize വൺ ഓഫ് ദ മേജർ അപ്ഡേറ്റ് മാജിക് ട്വിസ്റ്റ് ആണ്. ഈ മാജിക് ട്വിസ്റ്റ് എന്നുള്ള ഈ ഫീച്ചർ അവരുടെ പുതിയ വെഹിക്കിൾ ആയിട്ടുള്ള ഏതർ റിസ്റ്റയിൽ അവർ അവതരിപ്പിച്ച അതേ ഫീച്ചർ തന്നെ ഏതറിൻ്റെ 450X 2025 വേർഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റീജനറേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ഒന്നുകൂടി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാജിക് ട്വിസ്റ്റ് എന്നുള്ള ഈ ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സാധാരണ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിൽ നമ്മൾ ആക്സിലറേഷൻ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തോ ആണ് റീജനറേഷൻ പ്രവർത്തനം തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് റീജനറേഷനിലൂടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് വണ്ടിയുടെ ആക്സിലറേഷൻ്റെ ആ ത്രോട്ടിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ചിട്ട് നമുക്ക് നിർത്തേണ്ട ഭാഗത്ത് വണ്ടിയെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം റീജനറേഷൻ്റെ എഫിഷ്യൻസി കൂടുകയും ബാറ്ററിയിൽ പറയുന്ന റേഞ്ചിൻ്റെ ഒരു വർധനവും കിട്ടുന്നതാണ്. ഈ മാജിക് ട്വിസ്റ്റ് ടെക്നോളജിയിലൂടെ ഏകദേശം 25% റേഞ്ചിൽ വർധനവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാറ്ററിയിലുള്ള അളവും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. 3.7 ആ പഴയ ബാറ്ററി തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാറിലൊക്കെ വരുന്ന പോലെ ലെവൽ ഓഫ് റീജൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് ഈ മാജിക് ട്വിസ്റ്റും. മാജിക് ട്വിസ്റ്റും ശരിക്കും പറഞ്ഞാൽ ഒരു റീജൻ തന്നെയാണ്. ഇവിടെ 2 ലെവൽ ഓഫ് മാജിക് ട്വിസ്റ്റാണ് വരുന്നത്, ലോ ആൻഡ് ഹൈ. ഈ ലോയിലും ഹൈയിലും ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ റീജൻ്റെ സിസ്റ്റം വേണ്ട, മാജിക് ട്വിസ്റ്റ് വേണ്ട തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓഫ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓഫ് റോഡ് വെഹിക്കിൾസിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഫീച്ചറാണ് ട്രാക്ഷൻ കൺട്രോൾ. അതാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ ട്രാക്ഷൻ കൺട്രോൾ. നമ്മൾ സാധാരണ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റോഡ് മോഡിലിട്ട് യൂസ് ചെയ്യുക. ഇനി കുറച്ചുകൂടി മഴയൊക്കെ വന്നിട്ട് കുറച്ച് സ്ലിപ്പറി ഏരിയയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസിൽ ഓട്ടി പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി നേരെ റെയിൻ മോഡിലിട്ട് ഓടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഗ്രിപ്പും കാര്യങ്ങളും കിട്ടും. ഇനി നമ്മളൊരു ഓഫ് റോഡ് ഏരിയയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ച് വണ്ടി നമ്മളോട് പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാലി മോഡിൽ ഇട്ടാൽ മതി. ഏതാണ്ട് സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഏതർ സ്റ്റാക്ക് വേർഷൻ 6 ആണ് വരുന്നത്. ഗൂഗിൾ മാപ്സ്, നാവിഗേഷൻ, അലക്സ ഇൻ്റഗ്രേഷൻ, ലൈവ് ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പ് നോട്ടിഫിക്കേഷൻ നമുക്ക് ടാബിൽ കിട്ടും. ഏതൊരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളത് EV ബേസ്ഡ് ടയേഴ്സ് ആണ്. അതായത് ഏതറും MRF കൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ടയേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ റോളിംഗ് റെസിസ്റ്റൻസ് ഒരുപാട് കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് പുതിയ ടെക്നോളജി ആയിട്ടുള്ള മാജിക് ട്വിസ്റ്റും ഈ റോളിംഗ് റെസിസ്റ്റൻസിൻ്റെ കുറവും കാരണം വെഹിക്കിളിൽ റേഞ്ച് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഏതറിൻ്റെ 450X 2.9 kW ബാറ്ററി വേരിയൻറ്റിൽ ആദ്യം കമ്പനി ട്രൂ റേഞ്ച് ക്ലെയിം ചെയ്തിരുന്നത് 85 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 105 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ വലിയ ബാറ്ററി പാക്ക് ആയിട്ടുള്ള 3.7 kW ബാറ്ററി വേരിയൻറ്റിൽ 105 കിലോമീറ്റർ ആണ് റിയൽ വേൾഡ് റേഞ്ച് മുന്നേ ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 130 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ബേസിക്കലി ഏതർ വരുന്നത് 4 വേരിയൻസ് ആയിട്ടാണ്. 450S ആണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. അത് 2.9 kW ബാറ്ററി പാക്കിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വരുന്നത് 450X ആണ്. അത് 2.9 kW കിട്ടും, 3.7 kW വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള 450 അപ്പെക്സ് അത് 3.7 kW മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഏതർ 450Sഉം ഏതർ 450Xഉം സെയിം ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ ഒരേ പവറാണ് വരുന്നത്. 5.4 kW ടോർക്ക് വരുന്നത് 22 Nm ആണ്. എന്നാൽ സെയിം ബാറ്ററി പാക്ക് ആയിട്ടുള്ള 3.7 kW വരുന്ന 450Xഉം 450 അപ്പെക്സും തമ്മിൽ പവറിൽ വ്യത്യാസമുണ്ട്. 450X 3.7ൻ്റെ പവർ വരുന്നത് 6.4 kW ആണെങ്കിൽ 450 അപ്പെക്സിൻ്റെ പവർ വരുന്നത് 7 kW ആണ്. 26 Nm ആണ് രണ്ട് വെഹിക്കിളിൻ്റെയും ടോർക്ക് വരുന്നത്. ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 450Sൽ 0 മുതൽ 100% വരെ വീട്ടിൽ നിന്നും ചാർജ് ചെയ്യാൻ 7 ഹവറും 45 മിനിറ്റുമാണ് സമയം എടുക്കുന്നത്. സെയിം ബാറ്ററി പാക്ക് വരുന്ന 2.9 450Xൽ നമുക്ക് ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് 4 ഹവർ 30 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. 450X 3.7ലും 450 അപ്പെക്സിലും സെയിം ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് 0 മുതൽ 100% വരെ ചാർജ് ചെയ്യുമ്പോൾ ടൈം എടുക്കുന്നത് 5 ഹവറും 45 മിനിറ്റുമാണ്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഈ വെഹിക്കിളിൽ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ, അതായത് കയറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണല്ലോ, ഗിയറിലൊന്നും നിൽക്കില്ല അവിടെ. അപ്പോൾ ബാക്കിലോട്ട് തിരികെ പോരാതിരിക്കാനുള്ളൊരു ഫീച്ചറാണ് ഓട്ടോ ഹോൾഡ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹോൾഡ് ആയിക്കോളും. നമ്മൾ വണ്ടി അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് കയറ്റാന്നുള്ളത് വണ്ടി തന്നെ സ്വയം ഡിറ്റക്ട് ചെയ്തിട്ട്
പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എവിടേക്കെങ്കിലും ലെഫ്റ്റോ റൈറ്റോ തിരിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന ഫീച്ചർ. ഗൈഡ് മീ ഹോം ലൈറ്റ്, അതായത് വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമുക്ക് നടന്നു പോകാനൊരു സ്പേസിക്ക് വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വണ്ടിയുടെ ലൈറ്റ് കത്തി കിടക്കുന്നതാണ് ഗൈഡ് മീ ഹോം ലൈറ്റ്. പിന്നെ ഫാൾ സേഫ്, അതായത് വണ്ടി പെട്ടെന്ന് എവിടെയെങ്കിലും വീണ് കഴിയുകയാണെങ്കിൽ ഈ ഫീച്ചർ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ എൻജിന് അല്ലെങ്കിൽ മോട്ടറിനോട്ടുള്ള കണക്ഷന് കട്ടാവും, പെട്ടെന്ന് കത്തുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവും വണ്ടി വീണ് കഴിഞ്ഞാൽ. പിന്നെ മ്യൂസിക് കൺട്രോള്, കോളിംഗ് ഫംഗ്ഷന്, ഡാഷ്ബോർഡിലുള്ള ആ ബ്രൈറ്റ്നെസ് ഓട്ടോ ആയിട്ട് കൂടുക കുറയുക. പിന്നെ നാവിഗേഷൻ ഫംഗ്ഷന്, ഏതൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് ആക്സസ് ചെയ്യുക വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ടോ ആൻഡ് തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട്. ആരെങ്കിലും ഈ വണ്ടി അടിച്ചു മാറ്റാൻ നോക്കിയോ അല്ലെങ്കിൽ ഉന്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട്നെസ് കിട്ടുന്നതാണ് ടോ ആൻഡ് തെഫ്റ്റ് അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന്. പിന്നെ ഫൈൻ മൈ സ്കൂട്ടർ, നമ്മളെ സ്കൂട്ടർ എവിടെയെന്നുള്ളത് തിരഞ്ഞു പിടിക്കാനുള്ള ഒരു ഓപ്ഷന്. റൈഡ് സ്റ്റോറീസ്, നമ്മളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ നിന്ന് നോക്കാൻ പറ്റുന്ന ഓപ്ഷന്. പിന്നെ അലക്സ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ആ ടച്ച് സ്ക്രീൻ സിസ്റ്റത്തിൽ. പിന്നെ വാട്സപ്പിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടും. പിന്നെ OTA അപ്ഡേറ്റ്, അതായത് നമ്മളെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇങ്ങനെ കൊല്ലം വരുന്ന പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടും. വണ്ടിയിൽ വരുന്ന റൈഡിംഗ് മോഡ്സ് സ്മാർട്ട് എക്കോ മോഡ്, റൈഡ് മോഡ്, വാർപ്പ് മോഡ്, സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള 5 മോഡ്സാണ്. ഈ മേൽ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. അതായത് ക്യാഷ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് ഈ വെഹിക്കിൾ വാങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. കമ്പനിയിലോട്ട് സോഫ്റ്റ്വെയറിനുള്ള എമൗണ്ട് സെപ്പറേറ്റ്, പ്രോപാക്കിൻ്റെ സെപ്പറേറ്റ് ഫീച്ചർ എമൗണ്ട് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആകുള്ളൂ. നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിലോ നമുക്കൊരു നോർമൽ വണ്ടിയാണ് കയ്യിൽ കിട്ടാൻ പോകുന്നത്. അതായത് നമ്മൾ നിർബന്ധിതനാവുക എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രോപാക്ക് എടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ വണ്ടിയിൽ വരുന്ന വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 30,000 കിലോമീറ്ററോ ആണ് കമ്പനി വണ്ടി എടുക്കുന്ന സമയത്ത് നോർമൽ വാറണ്ടി ആയിട്ട് തരുന്നത്. ഒരു പ്രോപാക്ക് എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് 5 ഇയറോ അല്ലെങ്കിൽ 60,000 കിലോമീറ്ററോ നമുക്ക് വാറണ്ടി അപ്ഗ്രേഡ് ആയിട്ട് കിട്ടുന്നുണ്ട് ഈ പ്രോപാക്കിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ എല്ലാവരും എന്തായാലും എടുക്കാൻ പോകുന്ന ആൾക്കാർ പ്രോപാക്ക് എടുക്കും എന്നുള്ളത് ഉറപ്പല്ലേ. അതിൻ്റെ കൂടെ തന്നെ 70% ബാറ്ററി ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഈ വർഷത്തിൻ്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഒന്നും നോക്കാതെ 100% കവറേജ് നൽകുമെന്നും പറയുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ആഡ് ഓൺ പാക്കേജ് എടുത്തിട്ട് വേണമെങ്കിൽ ബാറ്ററി വാറണ്ടി 8 വർഷത്തേക്ക് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വരെ നമുക്ക് ബാറ്ററി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സോട് കൂടെ നമ്മൾ ആ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ വണ്ടി ഉപയോഗിക്കാതെ വെച്ചു, അതായത് ചാർജ് ചെയ്യാതെ വണ്ടി അവിടെ വെച്ചു, ഡീപ്പ് ഡിസ്ചാർജ് ആയി പോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങളോട് ഒന്നും ചോദിക്കില്ല. അതിൻ്റെ ബാറ്ററി ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ ഈ പറഞ്ഞ ബാറ്ററി വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ മാറ്റി തരും എന്നുള്ളതും പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് 450 അപെക്സ് ആയിട്ടുള്ള ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപാക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. 450 അപെക്സ് എടുക്കുന്നവർക്ക് ഏതൊരു ഹലോ ഹെൽമെറ്റും ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ്. അതിൽ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. പിന്നെ ഏതർ ചിറ്റ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇതേ ഹെൽമെറ്റ് ഫ്രണ്ടിൽ റൈഡ് ചെയ്യുന്ന ആളും പില്ലിയനും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. സിമ്പിളായിട്ട് രണ്ടുപേരും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിക്കാം ബൈക്കിൽ പോകുന്ന സമയത്ത്. പിന്നെ ഹലോ ബീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റേതായിട്ടുള്ള ഹാഫ് ഹെൽമെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെൽമെറ്റിലോട്ട് ഈ ഹലോ ഹെൽമെറ്റിൽ നിന്നും മ്യൂസിക്സ് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 450S എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,20,000. പ്രോപാക്ക് അതിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി 2.9 കിലോവാട്ട് വരുന്ന 450X എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. പ്രോപാക്കിന് സെപ്പറേറ്റ് റേറ്റ് നമ്മൾ കൊടുക്കണം 17,000 രൂപ. അപ്പം അങ്ങനെ വരുമ്പോൾ 1,65,000 എമൗണ്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എക്സ്ഷോറൂം പ്രൈസ്. പിന്നെ ഓൺ റോഡിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടാവും. 3.7 കിലോ വാട്ടിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള 450X എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1,57,000 രൂപയാണ് വരുന്നത്. അതിൻ്റെ പ്രോപാക്കിൻ്റെ റേറ്റ് വരുന്നത് 20,000 രൂപയാണ്. അപ്പോൾ ഒരു 1.80 വണ്ടിയുടെ റേറ്റ് ആയിട്ടുണ്ട്. ഓൺ റോഡ് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കയറ്റം വരുന്നുണ്ടാവും. ഇനി ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള അപെക്സ്, അവരുടെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. പക്ഷേ ആ 2 ലക്ഷം രൂപയിൽ നമുക്ക് പ്രോപാക്ക് ആഡഡ് ആണ്. പിന്നെ ഓൺ റോഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് വരും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.